സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലും അതിതീവ്രമായ മഴ തുടരും. 12 ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നാളെ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും രാത്രിയിലും കനത്ത മഴ ഇപ്പോഴും തുടരുന്നു. സുനിഷ ഇല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഗുഡ് ഈവനിങ്. സുനിഷ, എന്താണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ്? യെല്ലോ അലർട്ട് ആയിരുന്നത് ഓറഞ്ച് അലർട്ടായി മാറി. 2 ജില്ലകളിലൊഴികെ 12 ജില്ലകളിലും നാളെ ഓറഞ്ച് അലർട്ടാണ്. ഇന്നത്തെ രാത്രിയിൽ കുറച്ച് ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? അരുൺ, അതെ, ഇന്നത്തെ രാത്രി ജാഗ്രതയോടുകൂടി തന്നെ നിൽക്കണമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം. അടുത്ത 3 മണിക്കൂറിൽ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടതിന് സമാനമായി, ഇന്ന് രാവിലെ കണ്ടതിന് സമാനമായി വരുന്ന മണിക്കൂറുകളിലും മഴ അതിതീവ്രമായി തന്നെ പെയ്യുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നാളെയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ നാളെയോടുകൂടി മഴയുടെ തീവ്രത കുറയുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ 8 ജില്ലകൾക്ക് മാത്രമാണ് യെല്ലോ അലർട്ട് നൽകിയിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ മഴയുടെ സാഹചര്യം മാറുന്നു. നാളെയും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി 12 ജില്ലകൾക്ക് നാളെ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. 2 ജില്ലകൾ ഒഴികെ, അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്ക് യെല്ലോ അലർട്ടാണ്. ആ 2 ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകൾക്കും നാളെ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയോര മേഖലകളിൽ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അലർട്ടുകൾ ഓറഞ്ച് ആണെങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രത അത് ഈ മലയോര മേഖലകളിൽ വേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ തീരദേശ മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ കണ്ണൂരും കാസർഗോഡും, ഈ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് തീരത്താണ് ഏറ്റവും ജാഗ്രത വേണ്ടത്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത കൂടി ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ ജലനിരപ്പെല്ലാം തന്നെ, നദികളിലെ ജലനിരപ്പെല്ലാം തന്നെ ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണ്. വെള്ളം ഉയരാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ആളുകളോടെല്ലാം തന്നെ ശ്രദ്ധാപൂർവം ഈ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊരു കാര്യം കൂടി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ മഴ തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടക്കൻ കേരളത്തിൽ സുനിഷ ഇല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. ഈ രാത്രിയിൽ നാളെ പുലർച്ചെ വരെ കനത്ത മഴ പ്രതീക്ഷിക്കണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്.